നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎയിലെ വർക്ക്ഷോപ്പിലുണ്ടായ പൊട്ടിത്തെറിയിൽ മലയാളിക്ക് ദാരുണാന്ത്യം. ഉമ്മുൽ ഖുവൈനിലെ വർക്ക്ഷോപ്പിൽ കഴിഞ്ഞ ദിവസമാണ് പൊട്ടിത്തെറി ഉണ്ടായത്. എറണാകുളം സ്വദേശി മറ്റപ്പിള്ളിൽ ഇബ്രാഹിമാണ് മരിച്ചത്. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 2ആയി. ബംഗ്ലാദേശ് സ്വദേശിയായ നൂർ ആലം സംഭവ ദിവസം മരണപ്പെടുകയായിരുന്നു. പൊള്ളലേറ്റ കോഴിക്കോട് സ്വദേശി സുരേഷിന്റെ നില ഗുരുതരമായി തുടരുന്നു. ഇദ്ദേഹത്തെ വിദഗ്ധ ചികിത്സയ്ക്കായി അബുദാബിയിലെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ്. വ്യാഴാഴ്ച ഗ്യാരേജിൽ ടാങ്കർ അറ്റകുറ്റപ്പണി നടക്കുന്നതിനിടെയാണ് ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് തീ പടർന്ന് സ്ഫോടനമുണ്ടായത്. 3 മലയാളിക്കാണ് പരിക്കേറ്റത്. നിസ്സാര പരിക്കേറ്റ മോഹൻലാൽ എന്ന ജീവനക്കാരനെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിട്ടയച്ചു. കോഴിക്കോട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള മിഡ്ലാൻഡ് ഓട്ടോ ഗ്യാരേജിലാണ് അപകടം നടന്നത്. അതേസമയം സൗദിയിൽ ഒരാഴ്ച മുൻപുണ്ടായ തീപിടുത്തത്തിന്റെ ഞെട്ടലിലാണ് പ്രവാസി സമൂഹം. റിയാദിലെ ഖാലിദിയയിൽ പെട്രോൾ പമ്പിലെ താമസ സ്ഥലത്തുണ്ടായ അഗ്നിബാധയിൽ 2 മലയാളികൾ ഉൾപ്പെടെ 6 ഇന്ത്യക്കാർക്കാണ് ജീവൻ നഷ്ടമായത്. മലയാളികൾക്ക് പുറമെ 2 തമിഴ്നാട് സ്വദേശികൾ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ തൊഴിലാളികളാണ് മരിച്ച ബാക്കിയുള്ളവർ. മലപ്പുറം കുറ്റിപ്പുറം പഞ്ചായത്തിലെ വളാഞ്ചേരി പൈങ്കണ്ണൂർ തറക്കൽ യൂസുഫിന്റെ മകൻ അബ്ദുൽ ഹക്കീം, മേൽമുറി സ്വദേശി നൂറേങ്ങൽ കവുങ്ങൽത്തൊടി വീട്ടിൽ ഇർഫാൻ ഹബീബ്, മധുര സ്വദേശി സീതാറാം രാജഗോപാൽ, ചെന്നൈ സ്വദേശി കാർത്തിക്, ഗുജറാത്ത് സൂറത്ത് സ്വദേശി യോഗേഷ് കുമാർ, മുംബൈ സ്വദേശി അസ്ഹർ അലി എന്നിവരാണ് മരിച്ചത്. എല്ലാവരും പെട്രോൾ പമ്പിൽ പുതുതായി ജോലിക്ക് എത്തിയതായിരുന്നു. ജോലിക്കാർക്ക് വേണ്ടി താൽക്കാലികമായി നിർമ്മിച്ച മുറിയിലെ AC പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായതെന്നാണ് വിവരം. ഹക്കീമും ഇർഫാൻ ഹബീബും സഹപ്രവർത്തകർ മാത്രമല്ല, ഇവർ ഉറ്റ കൂട്ടുകാരുമായിരുന്നു. ഒരുമിച്ച് പഠിച്ച് ജോലി ചെയ്ത സുഹൃത്തുക്കളൊടുവിൽ ഒന്നിച്ചു തന്നെ മരണത്തിനും കീഴടങ്ങി. ഇരുവരും കോട്ടയ്ക്കൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഒരേ സമയം BTech പഠനം പൂർത്തിയാക്കിയവരാണ്. ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കിയാണ് ഇരുവരും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. നാട്ടിൽ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോഴാണ് ഗൾഫിലേക്ക് വരാൻ ഇരുവർക്കും അവസരം ലഭിച്ചത്. ഇന്റർവ്യൂ കഴിഞ്ഞ് റിയാദിലെ പമ്പിൽ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. പമ്പിലെ സാങ്കേതിക ജോലികൾക്കായി ഇരുവരും ടെക്നീഷ്യൻ തസ്തികയിൽ എത്തിയവരാണ്. എന്നാൽ സ്വപ്നങ്ങൾ തകിടം മറിച്ച് മരണം അവരെ തട്ടിയെടുത്തതായി സഹപ്രവർത്തകർ പറഞ്ഞു. ഇരുവരുടെ മരണത്തിന്റെ നടുക്കത്തിലാണ് സഹപ്രവർത്തകരും സുഹൃത്തുക്കളും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.